പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നും പതിവ് പോലെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ കേട്ടുകൊണ്ടിരുന്നതും പഠിച്ചതും ചിന്തിച്ചതുമായ വിഷയമാണല്ലോ വചനം, ദ വേർഡ്. വചനത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുവാനുണ്ട്. ആത്മീയ ജീവിതത്തിൽ വളർച്ച പ്രാപിക്കണമെങ്കിൽ, മുരടിപ്പില്ലാതെ നിത്യജീവൻ വരെ ശക്തമായി തഴച്ചു വളരണമെങ്കിൽ വചനം, ദ വേർഡ്, ആ വചനത്തെക്കുറിച്ച് നമ്മൾ നല്ലതുപോലെ ഗ്രഹിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിൽ അനിവാര്യമായിരിക്കും. പ്രിയ ദൈവജനമേ, നമ്മൾ സാധാരണയായി പറയുന്ന ഒരു പദമാണ് വചനം. വചനം വായിക്കണം, വചനം കേൾക്കണം, വചനം പ്രസംഗിക്കണം. വചനം നമ്മളെ ശക്തീകരിക്കും, വചനം നമ്മളെ സഹായിക്കും. ഇതൊക്കെ നമ്മൾ പതിവായി അനുഭവിച്ചും കേട്ടും പറഞ്ഞും ഇരിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടിയ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ, പരിശോധിക്കുമ്പോൾ 31,172 വാക്യങ്ങളുണ്ട്. 8,07,363 വാക്കുകൾ ഉണ്ട്. അപ്പോൾ വാക്യങ്ങൾ 31,172 വാക്ക് അല്ലെങ്കിൽ വചനം 8,07,363 വാക്കുകളും ഉണ്ട്. വചനവും വാക്യങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. വചനവും വാക്യങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നാൽ വചനവും വചനങ്ങളും, വചനങ്ങൾ, ആ വചനം അല്ലെങ്കിൽ ദ വേർഡ്, വേഴ്സ് ആൻഡ് ദ വേർഡ്, ഇവ തമ്മിലും വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി വേദപുസ്തകം പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് തെറ്റുപറ്റാതെ വാസ്തവമായ സുവിശേഷം നമുക്ക് പ്രസംഗിക്കുവാൻ കഴിയുള്ളൂ. സുവിശേഷം എന്നുള്ളത് ദ വേർഡ്, ആ വചനത്തെക്കുറിച്ചാണ് സുവിശേഷം. അത് ക്രിസ്തുവാകുന്നു. നമ്മുടെ മലയാളം ബൈബിളുകൾ ഏതെടുത്തു നോക്കിയാലും എവിടെയും നമ്മൾ കാണുന്നത് വചനം, ദൈവത്തിന്റെ വചനം എന്ന്, അല്ലെങ്കിൽ ക്രിസ്തു. അപ്പോൾ മലയാളത്തിൽ വചനമെന്ന് മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത് തിരിച്ചറിയാൻ കഴിയാതെ വചനമെന്ന് നമ്മൾ വിശ്വസിക്കുന്നതും പറയുന്നതും. എന്നാൽ അതിന്റെ ശരിയായിട്ടുള്ള കാര്യം മനസ്സിലാക്കണമെങ്കിൽ ഇംഗ്ലീഷ് ബൈബിൾ റെഫർ ചെയ്യണം. ഇംഗ്ലീഷ് ബൈബിൾ റെഫർ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ചില ഭാഗങ്ങളിൽ വേർഡ് അല്ലെങ്കിൽ വേർഡ്സ് അല്ലെങ്കിൽ ദ വേർഡ്. അപ്പോൾ മലയാളത്തിൽ പൊതുവെ വചനമെന്ന് മാത്രം പറയുമ്പോൾ ഇംഗ്ലീഷിൽ വേർഡ്സ്, പിന്നെ ദ വേർഡ്. അതുകൂടെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മൾക്ക് ശരിയായ നിലയിൽ നമ്മുടെ ആത്മീയ ജീവിതം
എന്തിനെക്കുറിച്ചാണ് പറയേണ്ടത്, എന്തിനെക്കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതല്ല എങ്കിൽ നമ്മൾ വചനം 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 എന്ന് പറയും. പക്ഷെ അത് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ വാസ്തവത്തിൽ നമുക്ക് ശരിക്ക് സുവിശേഷം ഗ്രഹിക്കാനും പഠിക്കാനും മറ്റുള്ളവരോട് പറയാനും നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ ചോദിക്കും, സുവിശേഷം എന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചല്ലേ സുവിശേഷം? അതെ, ക്രിസ്തുവിനെ കുറിച്ച് തന്നെ. അപ്പോൾ ക്രിസ്തുവിനെ മനസ്സിലാക്കണമെങ്കിൽ ദ വേർഡ് അല്ലെങ്കിൽ ആ വചനം. അപ്പോൾ മലയാളത്തിൽ ആ എന്ന് വചനത്തിന്റെ പിന്നിൽ ചേർത്തിട്ടില്ല. എല്ലായിടത്തും വചനം വചനമെന്നാണ്. എന്നാൽ ഇംഗ്ലീഷ് വേദപുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ ദ വേർഡ് ചില ഭാഗങ്ങളിൽ വേർഡ് അത് മാത്രമേ ഉള്ളൂ. ചില ഭാഗങ്ങളിൽ വേർഡിന് പകരം പറയുന്നു ടെൽസ്. ഇങ്ങനെയൊക്കെയാണ് പല റെഫറൻസ് ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് കാണുന്നത്. എന്നാൽ ഏത് ഇംഗ്ലീഷ് വേർഷൻസ് എടുത്ത് പഠിച്ചാൽ NIV, KJV, ബൈബിൾ സൊസൈറ്റിയുടെ ഇംഗ്ലീഷ് ബൈബിള്, ഏതാണ്ട് 72 ഇംഗ്ലീഷ് ബൈബിള് തന്നെ അംഗീകരിക്കപ്പെട്ടതുണ്ട്. 72 വേർഷൻസ്. ഇതെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ ദ വേർഡ്, അതിന് യാതൊരു വ്യത്യാസവുമില്ല. എല്ലാ വേദപുസ്തകത്തിലും ആ ഭാഗത്ത് ദ വേർഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ദ വേർഡ് ഏതാണ്? ദ വേർഡ് THEWORD. ആ വേർഡ് അല്ലെങ്കിൽ ആ വചനത്തിനാണ് പ്രാധാന്യം. ഇത് തിരിച്ച് നമ്മൾ അറിയണം. അതറിയണമെങ്കിൽ ദ വേർഡ്, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം, ആ വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ്. അപ്പോൾ അവിടെ THE ദ ആഡ് ചെയ്തിട്ടുണ്ട്. ദ വേർഡ് വാസ് വിത്ത് ഗോഡ്. അപ്പോൾ അവിടെയും ദ വേർഡ് വാസ് ഗോഡ്. അപ്പോൾ ഈ 3 സെന്റൻസിൽ വേഴ്സസിൽ വേർഡിനോട് ചേർത്ത് ദ ചേർത്തിട്ടുണ്ട്. അങ്ങനെ വിവിധ പുസ്തകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദ വേർഡ് ചേർത്തിരിക്കുന്നതാണ് യഥാർത്ഥ വചനം, അതായത് ക്രിസ്തു ആകുന്ന വചനം, ദ വേർഡ്. എന്നാൽ വേർഡ്സ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതും വാക്കുകളാണ്. അപ്പോൾ ആ വാക്കുകൾ എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ വാക്കുകൾ പറഞ്ഞ് ആശയവിനിമയം ചെയ്യും. വാക്കിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, വേർഡ് അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ, എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് കംപ്ലീറ്റ് സെൻസ് ഈസ് കോൾഡ് എ സെന്റൻസ്. ഇംഗ്ലീഷിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പൂർണ്ണമായ അർത്ഥം തരുന്ന വാക്കുകളുടെ സമൂഹമാണ് വാക്യം. അപ്പോൾ വാക്യം എന്താകുന്നു? പൂർണ്ണമായി ഒരാശയം മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്കവണ്ണം വെളിപ്പെടുത്തുവാൻ വാക്കുകൾ ചേർത്തുണ്ടാക്കുന്ന ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു വാക്യം. അതിന് വാക്യമെന്നാ പറയുന്നത്. അപ്പോൾ നമ്മള് ആത്മീയ ഗോളത്തിൽ ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വചനഭാഗം വായിക്കാം എന്ന് പറഞ്ഞാൽ വാക്യമാണ് വായിക്കുന്നത്. ഈ വാക്യത്തിലുള്ളത് വചനം തന്നെയാണ്. പക്ഷേ എല്ലാ വാക്യത്തിലും ദ വേർഡ് ഇല്ല.
ക്രിസ്തു ആകുന്ന വേർഡ് അല്ലെങ്കിൽ വാക്ക് ഇല്ല. അപ്പോൾ ആ വാക്കിനോട് കൂടിയാണ് ദൈവമുള്ളത്. അതുകൊണ്ടാണ് ദ വേർഡ് വാസ് ഗോഡ് എന്ന്, വചനം ദൈവമാകുന്നു എന്ന് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. മലയാളത്തിൽ ബൈബിൾ നോക്കുമ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇവിടെയാണ് നമ്മളെല്ലാവരും ഈ വചനം എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ അങ്ങ് ദൈവത്തിന്റെ വചനമായി കാണുന്നത്. എന്നാൽ ഇംഗ്ലീഷ് ബൈബിൾ എടുക്കുമ്പോൾ മലയാളത്തിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇംഗ്ലീഷ് ബൈബിൾ എടുക്കുമ്പോൾ ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ്. അപ്പോൾ THE, അത് ആ എന്നുള്ള അർത്ഥമാണ്. ദ നമ്മൾ സാധാരണ ഇംഗ്ലീഷ് പറയുമ്പോൾ ദ ഉപയോഗിക്കുന്നത് എവിടെയാണ്? സമൂഹത്തിൽ 10 പേര് നിൽക്കുമ്പോൾ അതിൽ ഒരാളെ നമുക്ക് വ്യക്തമായി ചൂണ്ടിക്കാണിക്കണമെങ്കിൽ ആ വ്യക്തി ധരിച്ചിരിക്കുന്ന ഷർട്ടിന്റെ കളറോ അല്ലെ ടീഷർട്ടിന്റെ കളറോ പറഞ്ഞിട്ട് ആ വ്യക്തി താണ്ട് ആ വ്യക്തി, അപ്പൊ ആ കൂട്ടത്തിൽ നിൽക്കുന്നവരിൽ ആ വ്യക്തി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വ്യക്തിയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുപോലെ വേദപുസ്തകത്തിൽ വചനങ്ങൾ 8,7363 വചനം ഉള്ളിടത്ത് പ്രത്യേക വചനത്തിന്റെ കൂടെയാണ് ഇത് ചേർത്തിരിക്കുന്നത്, ആ വചനം. ഈ മലയാളത്തിൽ ആ വചനമെന്ന് കൊടുത്തിട്ടില്ല, അവിടെയാണ് പെശക് വന്നിരിക്കുന്നത്. അത് പെശകല്ല, ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ ആയിരിക്കും എഴുതാൻ പ്രേരിപ്പിച്ചത്. അത് തെറ്റല്ല, തെറ്റാണെന്ന് പറയുന്നില്ല. പക്ഷേ നമ്മൾ ഇംഗ്ലീഷ് ബൈബിളിലൂടെ റെഫർ ചെയ്ത് നോക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് ദ വേർഡ്. അപ്പോൾ ദ വേർഡ് എന്ന് പറയുന്നത് ആ വേർഡിന്റെ കൂടെയാണ്, ആ വചനത്തിന്റെ കൂടെയാണ്, ആ വചനത്തിനാണ് ദൈവശക്തിയുള്ളത്. അല്ലാതെ ലോകത്തിലുള്ള എല്ലാ വചനത്തിനും ദൈവശക്തിയില്ല. അതായത് ദൈവശക്തി എന്ന് പറയുമ്പോൾ ക്രിസ്തു, ആ വചനത്തിന്, അതായത് ദ വേർഡിന് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാനുള്ള ശക്തിയുണ്ട്. അതാണ് ആ ശക്തി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദ വേർഡുണ്ട്, വേർഡുണ്ട്, വേഴ്സസ് ഉണ്ട്. ഇനിയും ഈ വചനം ദ വേർഡ് സംസാരിക്കുന്ന വചനമാണ്. കാരണം ദ വേർഡ് എന്ന് പറയുന്നത് ദൈവമാണല്ലോ, വചനം ദൈവമായിരുന്നു. അപ്പോൾ ദൈവം സംസാരിക്കുന്നു. ദൈവം സംസാരിക്കുന്നു പറയുമ്പോൾ ഈ വചനം സംസാരിക്കുന്ന വചനമാണ്. ആ വചനത്തിന് സകല പ്രവൃത്തികളും ചെയ്യുവാനുള്ള ദൈവശക്തിയുള്ള വചനമാണ്. അപ്പോൾ അതാണ് ക്രിസ്തു. അതുകൊണ്ടാണ് അത് ക്രിസ്തു ആയിരിക്കിയാൽ, അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം നമ്മൾ കാണുന്നത്, വചനം ജഡമായി തീർന്നു. അപ്പോൾ ജഡമാകാൻ ശക്തിയുള്ള വചനമാണ് ദ വേർഡ്. ആ വേർഡാണ് ആദിയിൽ ഉണ്ടായിരുന്നത്, ദ വേർഡ്. അപ്പോൾ ദ ഇല്ലാത്ത വചനം വചനം വചനമെന്ന് മാത്രം ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ദ വേർഡിനോട് ഒക്കുന്നതല്ല. അത് ലോകത്തിന്റെ വാക്കുകളാകാം, മനുഷ്യബുദ്ധിയുടെ വാക്കുകളാകാം, മറ്റ് പല ശക്തികളുടെ വാക്കുകളാകാം. ഇവിടെ ദൈവത്തിന്റെ വചനം പോലെ തന്നെ ഈ ലോകത്തിന്റെ പ്രഭുവിനും വചനമുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. ഈ ലോകത്തിന്റെ പ്രഭുവിനും വചനമുണ്ട്. ആ വചനം ഗലാത്യ ലേഖനം 5:19, കൊലോസി ലേഖനം 3:5 ഇവിടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ജഡത്തിന്റെ പ്രവൃത്തികൾ ഏതെടുത്താലും അതും ഒരു വാക്കാണ്. ദുർനടപ്പ്, മദ്യപാനം, നുണ, ജാരശങ്ക, ഇങ്ങനെ ഉള്ളതായ ജഡത്തിന്റെ പ്രവൃത്തികൾ. ആ ജഡത്തിന്റെ പ്രവൃത്തികളെയും വചനം, അതായത് ഈ ലോകത്തിന്റെ ദൈവത്തിന്റെ വചനമാണ്. അപ്പോൾ അതിനോടുകൂടി ദ വേർഡെന്ന് ആരും എഴുതുകയോ പറയുകയോ ചെയ്യത്തില്ല. അത് ലോകത്തിന്റെ വചനമാകുന്നു. അപ്പോൾ ദൈവത്തിന്റെ വചനത്തോടുകൂടി മാത്രമേ
ദ വേർഡ്, അതായത് ആ വേർഡിന്, ആ വചനത്തിന് എന്തും പ്രവർത്തിക്കാൻ ശക്തിയുണ്ട്. അതാണ് ക്രിസ്തു. അഭിഷേകം നിറഞ്ഞതാണ്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലുള്ള വചനമാണ്. കാരണം ഈ വചനം, ദ വേർഡ്, ദൈവത്തോടു കൂടെയായിരുന്നു, പിതാവായ ദൈവത്തോടു കൂടെയായിരുന്നു പുത്രൻ. അപ്പോൾ ദൈവശക്തിയുള്ള വേർഡാണ്. ആ വേർഡിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതാണ് യഥാർത്ഥ സുവിശേഷം, ആ വചനം. അപ്പോൾ തിരിച്ചറിയണം, വചനം എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ അങ്ങ് വചനമെന്നല്ല നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. വചനങ്ങളുണ്ട്, ആ വചനം പ്രത്യേക വചനമുണ്ട്. വേർഡ്, വേർഡ്സ്, ദ വേർഡ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് വചനം കൂടുന്നതാണ് ഒരു വാക്യം. അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ ഒരു വാക്യം എടുത്താണ് പ്രസംഗിക്കുന്നത്. ആ വാക്യത്തിൽ, എടുത്ത വാക്യത്തിൽ വചനമുണ്ടോ എന്ന് നോക്കണം. ആ വാക്യത്തിലുള്ള വചനമാണ് യഥാർത്ഥ സുവിശേഷമായി പ്രഖ്യാപിക്കപ്പെടേണ്ടത്. ആ വചനത്തെക്കുറിച്ചാണ് നാം ഈ നാളുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വചനത്തിന്റെ ഒരു ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, വചനം, അതായത് ആൻ അബ്സ്ട്രാക്ട് നൗൺ. വചനത്തിന് നൗൺ എന്നാണ് പറയുന്നത്, നൗൺ അല്ലെങ്കിൽ പേര്. അപ്പൊ അതിന് ഒരു അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുമ്പോൾ ഒരു പേര്. അപ്പോൾ ആ ഒരു പേരെന്ന് പറയുന്നത് ഒരു വാക്കാണ്. അപ്പോൾ പല വചനങ്ങളുണ്ട്. നമുക്ക് ഇപ്പം മേശ, രാജു, അതൊരു പേരാണ്. രാജു എന്ന് പറയുന്നത് ഒരു വാക്കാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, അബ്സ്ട്രാക്ട് നൗൺ ഈസ് ദ നെയിം ഓഫ് എ ക്വാളിറ്റി, ആക്ഷൻ ഓർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഗുണനാമം, അമൂർത്തം അഥവാ തൊട്ടു നോക്കാൻ കഴിയാത്തത് എന്നതാണ് അബ്സ്ട്രാക്ട് എന്നതിന്റെ അർത്ഥം. അപ്പോൾ തൊട്ടു നോക്കാൻ കഴിയാത്ത വചനവുമുണ്ട്. ഉദാഹരണം, സത്യം, ദയ, നന്മ, വെണ്മ, തിളക്കം. ഇതിനെ നമുക്ക് തൊട്ടു നോക്കാൻ കഴിയത്തില്ല. അപ്പോൾ ദൈവത്തോടുകൂടിയുള്ള വചനം, ദ വേർഡ്, അത് അബ്സ്ട്രാക്ട് നെയിമാണ്, തൊട്ടു നോക്കാൻ കഴിയാത്ത നാമമാകുന്നു. സത്യത്തെ തൊട്ടു നോക്കാൻ കഴിയുമോ? നമ്മൾ പഠിച്ചു വരുന്ന ഈ 12 വചനം, ആ വചനമാണ് ദ വേർഡായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്നത്. അതൊഴികെ വേർഡ് എന്ന്, അല്ലെങ്കിൽ വചനം, മലയാളത്തിലേക്ക് പോയാൽ നമ്മൾ കൺഫ്യൂഷൻ ആവും. ഇംഗ്ലീഷിലേക്ക് വന്നു കഴിഞ്ഞാൽ ദ വേർഡ് എന്ന് പറയുന്നത് ഈ 12 വചനം, നമ്മൾ ഈ നാളുകളിൽ ചിന്തിച്ചു വരുന്ന 12 വചനമാണ്. സത്യം, നീതി, വിശുദ്ധി, ദയ, വിശ്വസ്തത, കരുണ, ദീർഘക്ഷമ, സ്നേഹം, ഐക്യം, ബഹുമാനം, അനുസരണം, സൗമ്യത. ഇതാണ് 12 വചനം. ഈ 12 വചനം എന്ന് പറയുന്നത് ദ വേർഡാണ്. വേദപുസ്തകത്തിൽ ദ വേർഡ് എന്ന് പറയുമ്പോൾ ഈ 12 വചനത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ വചനത്തെ, ഈ നാമത്തെ തൊട്ടു നോക്കാൻ കഴിയുന്നില്ല. എന്നാൽ യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നു, ഞങ്ങൾ തൊട്ടതും കണ്ടതും കേട്ടതുമായ വചനം. അതെങ്ങനെയാണ് യോഹന്നാൻ വചനത്തെ തൊട്ടത്? വചനത്തെ യോഹന്നാൻ തൊട്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു, കണ്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു, കേട്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ തൊട്ടത് വചനം ജഡമായി കഴിഞ്ഞപ്പോൾ ആ ജഡത്തെ തൊട്ടു, ആ ശരീരത്തെ തൊട്ടു. വാസ്തവത്തിൽ ആ വചനം ജഡമായപ്പോൾ അത് ലോകത്തിൽ ഉള്ള ഒരു ജഡമോ ലോകത്തിലുള്ള ഒരു വസ്തുവിന്റെയോ യാതൊരു കോമ്പിനേഷനും അതിനകത്തില്ല, ആ ശരീരത്തിലില്ല. ലോകവുമായി യാതൊരു ബന്ധവുമില്ല. അത് സാക്ഷാൽ വചനം തന്നെ, ദ വേർഡ് തന്നെ. ആ ദ വേർഡ് ബിക്കം ആസ് എ ഫ്ലാഷ്.
ആ ഫ്ലഷായി കഴിഞ്ഞപ്പോൾ, അത് ശരീരമായി കഴിഞ്ഞപ്പോൾ തൊടുവാൻ തക്കവണ്ണം എവിടെയായി തീർന്നു? തൊട്ടു. നമുക്കൊരു എക്സാമ്പിള്, ഒരു ഉദാഹരണം നമ്മൾ ചിന്തിച്ചാൽ, വെള്ളം എടുത്തെറിഞ്ഞാൽ ആർക്കും ഒരു ഹാനി ഉണ്ടാകത്തില്ല. ഒരു ബക്കറ്റ് വെള്ളമെടുത്ത് ഒരാളുടെ അങ്ങ് ചെപ്പുക എന്ന് വിചാരിച്ചു, അല്ലെ തലവഴി അങ്ങ് നീട്ടി ശക്തിയോടെ ഒഴിക്കുക എന്ന് വിചാരിച്ചു, അതുകൊണ്ടൊരു നനയുമെന്നല്ലാതെ ഒരു ഹാനി ഉണ്ടാകത്തില്ല. എന്നാൽ ആ ഒരു ബക്കറ്റ് വെള്ളം, ആ വെള്ളത്തെ ഐസാക്കുക. ഐസാക്കി കഴിയുമ്പോൾ അത് ഖരപദാർത്ഥമാകും. ആ ഖരപദാർത്ഥം, ആ ഐസ്, അത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കല്ലിന്റെ വലുപ്പത്തിൽ അതിനെ പൊട്ടിച്ച് ആ ഐസ് എടുത്ത് ഒരാളെ എറിഞ്ഞു കഴിഞ്ഞാൽ അത് ചെന്ന് കൊള്ളുന്നിടത്ത് കല്ല് എന്ന് കൊള്ളുന്നത് പോലെ തമ്മിലുള്ള വ്യത്യാസം ഇതാ. അപ്പോൾ യോഹന്നാൻ തൊട്ടു എന്ന് പറയുമ്പോൾ അത് ശരീരമാണെങ്കിലും ദൈവീയ ശരീരമാണ്, വചനമാണ്, വചനം ശരീരമായതാണ്. അപ്പോൾ നമ്മൾ ഈ ദ വേർഡ്, അതാണ് സത്യസുവിശേഷം. ആ വേർഡ്, ആ വചനത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോഴാണെങ്കിൽ, കേൾക്കുമ്പോഴാണ് മനുഷ്യന്റെ ഉള്ളിൽ രൂപാന്തരം ഉണ്ടാകുന്നത്. മനുഷ്യന്റെ ഹൃദയം കല്ലുപോലെ, പാറ പോലായിരിക്കുന്ന ഏത് ഹൃദയത്തെയും മെഴുകുപോലെ ഉരുക്കുവാൻ കഴിവുള്ള വചനമാണ് ദ വേർഡ്. ഇപ്പൊ നീതിയെക്കുറിച്ച് നമ്മൾ ശരിയായിട്ട് നമ്മൾ ഒരാളെ ബോധവൽക്കരിച്ച നീതിയുടെ പ്രവൃത്തി, അതിന്റെ അനുഭവങ്ങള്, അതിന്റെ നന്മകള്, നീതി ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ദോഷങ്ങള്, അങ്ങനെ ആ ഗുണദോഷങ്ങളെക്കുറിച്ച്, നീതി അതിന്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് നമ്മൾ വിസ്തരിച്ചാൽ, നമ്മൾ പ്രബോധിപ്പിച്ചാൽ, കേൾക്കുന്നവർക്ക് തീർച്ചയായും മാനസാന്തരം ഉണ്ടാകും. വിശുദ്ധിയെക്കുറിച്ച്, ഇതാണ് ദ വേർഡിന്റെ ഗുണം. അപ്പോൾ ദ വേർഡ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് പദമാണ് ഉപയോഗിക്കുന്നത്. ദ വേർഡ്, ആ വേർഡ് ദൈവത്തോടു കൂടിയായിരുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. വചനം ദൈവത്തോടു കൂടിയായിരുന്നു എന്ന് മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ഇംഗ്ലീഷ് ബൈബിളുകളില് ദ വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് ദ വേർഡ് വാസ് ഗോഡ്. അപ്പോൾ വചനം ദൈവമായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, അപ്പൊ ദൈവമായ വചനം ഏതാണ്? ഇതാണ് നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ദൈവമായ വചനം ഏത്? പറഞ്ഞല്ലോ, 8,07,363 വചനമുണ്ട്. അതിനകത്ത് മനുഷ്യ വചനങ്ങളുണ്ട്, വചനമുണ്ട്, ഈ ലോകത്തിന്റെ പ്രഭുവിന്റെ വചനമുണ്ട്, പിന്നെ ദ വേർഡ് സംസാരിച്ച മെസ്സേജുകളുണ്ട്. അതാണ് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിലും പ്രവാചകന്മാരുടെ പുസ്തകത്തിലും അപ്പോസ്തലന്മാരുടെ പുസ്തകത്തിലും ഒക്കെ പറയാം, ദൈവം ഞങ്ങളോട് സംസാരിച്ചു, കർത്താവ് ഞങ്ങളോട് ഇടപെട്ടു. The Lord speak us. The Lord give a message to Ezekiel. യെഹെസ്കേലിന് കർത്താവ് ഒരു മെസ്സേജ് കൊടുത്തു. അതിന്റെ അർത്ഥം, കർത്തൃത്വം ചെയ്യുന്നവനാണ് കർത്താവ്. ഈ വചനത്തിന് നമ്മളിൽ കർത്തൃത്വം ചെയ്യുവാൻ ശക്തിയുള്ളതാണ് ദ വേർഡ്. ഇംഗ്ലീഷിലേക്ക് നമ്മൾ തിരിയണം, അതുകൂടെ വെച്ച് പഠിക്കണം. ദ വേർഡ്, അത് ദൈവത്തിന്റെ ശക്തിയുള്ള വചനമാണ്. അപ്പോൾ മലയാളത്തിൽ ചില ഭാഗങ്ങളിൽ വചനമെന്ന് എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം, 1 കൊരിന്ത്യർ 4 അധ്യായം അതിന്റെ 20 വാക്യത്തിൽ നമ്മൾ കാണുന്നത്, സ്വർഗരാജ്യം വചനത്താലല്ല ശക്തിയാലത്രേ. ഇത് പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, നമ്മുടെ ആത്മീയ കുളത്തിൽ പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, വചനം ആവശ്യമില്ല, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ശക്തിയുമാണെന്നാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അത് വളരെ തെറ്റായ ഒരു അറിവാണ്. അവിടെ മലയാളത്തിൽ ദൈവരാജ്യം വചനത്താലല്ല ശക്തിയിലത്രേ എന്ന് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്
ആ വചനമെന്ന് അവിടെ ഉദ്ദേശിച്ചത് ദ വേർഡിനെ കുറിച്ചല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇംഗ്ലീഷ് ബൈബിളിലൂടെ നമ്മൾ റെഫർ ചെയ്ത് വേണം പഠിക്കാൻ. വേർഡ് എന്നുള്ളിടത്ത് എല്ലാ വേർഡും ദൈവത്തിന്റെ വചനമല്ല. അപ്പോൾ ദ വേർഡെന്ന് ആ പൗലോസ് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അവിടെ വേർഡ് അല്ലെങ്കിൽ വചനമെന്ന് മാത്രമേ ഉള്ളൂ. ആ വചനമെന്ന് അവിടെ പൗലോസ് ഉദ്ദേശിച്ചത് ഈ ലോകത്തിന്റെ വചനം, കർണരസങ്ങള്, അമ്മൂമ്മ കഥകള്, കിഴവിക്കഥകള്, ഫലിതങ്ങള്, പിന്നെ മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടുള്ള വാക്കുകള്, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ച് മറ്റുള്ളവരെ ഉയർത്തി പറയുന്ന വാക്കുകള്, ഇങ്ങനെ ലോകത്തിന്റെ വാക്ക് അല്ലെങ്കിൽ ലോകത്തിന്റെ വചനമെന്നാണ് അവിടെ പൗലോസ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പൗലോസ് പറയുന്നത് ഞങ്ങളുടെ വചനം അത് മാനുഷികമല്ല, അത് ദൈവത്തിൽ നിന്ന് ഞങ്ങൾ നിങ്ങളോട് സംസാരിച്ചു. അപ്പോൾ പൗലോസ് സ്വർഗരാജ്യത്തെക്കുറിച്ച് സംസാരിച്ചെങ്കിൽ, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിന്റെ ശക്തിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകിൽ നീതിയെക്കുറിച്ച് പ്രബോധിപ്പിക്കും, അല്ലെങ്കിൽ സത്യത്തെക്കുറിച്ച്, വിശുദ്ധിയെക്കുറിച്ച്, ദീർഘക്ഷമ, സൗമ്യത. ഈ 12 വചനത്തിൽ ഏതെങ്കിലുമൊക്കെ 1-2 വചനത്തെയാണ്, അതായത് ദ വേർഡ്, ആ വചനത്തെ ശക്തിയോടെ, ആ വചനത്തിന് ശക്തിയുണ്ട്. ആ വചനം പറയുമ്പോൾ തന്നെ ശക്തിയാണ്. കാരണം ആ വചനം അഭിഷേകത്തിൽ നിൽക്കുന്ന വചനമാണ്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖന 1 കൊരിന്തി 1-ാം അധ്യായം 24-ാം വാക്യത്തിൽ കാണുന്നത്, ഞങ്ങൾ ആ മറഞ്ഞിരുന്ന ജ്ഞാനത്തെ പ്രസംഗിക്കുന്നു. ദൈവത്തിൽ മറഞ്ഞിരുന്ന, ആ മഹിമയിൽ മറഞ്ഞിരുന്ന ജ്ഞാനം. എന്താണ് മഹിമയിൽ? അവന്റെ ആ തേജസ്സിൽ മറഞ്ഞിരുന്നതായ വചനം. ആ തേജസ് അഭിഷേകത്തിൽ നിൽക്കുക. അഭിഷേകമാണ് മുഴുവനും അത്. അതിൽ മറഞ്ഞിരുന്ന വചനം, ആ മിസ്റ്ററി, അതിനെക്കുറിച്ച് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അത് ക്രിസ്തുവാണ്. അത് നമ്മൾ പഠിക്കുമ്പോൾ ഈ വചനം തന്നെയാണ്. അപ്പോൾ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമുക്ക് ശരിയായി ആത്മീയമായി മുന്നേറുവാൻ നമുക്ക് കഴിയുന്നതല്ല. ഈ യെശയ്യാവിന്റെ പുസ്തകം 61-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ഒരു ഉദാഹരണം മാത്രമാണ് ഈ പറയുന്നത്. യെശയ്യാവിന്റെ പുസ്തകം 61-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദവർഷം നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസം പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പാനും. അപ്പോൾ ഇവിടെ ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കർത്താവായ യേശുക്രിസ്തു ഇത് തന്നെ എടുത്തുച്ചരിച്ച് പുതിയ നിയമത്തിലും പറയുന്നുണ്ട്, യഹോവയുടെ സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പോൾ അവിടെ സെന്റൻസ് അല്ലെങ്കിൽ വാക്യം, ഈ വാക്യത്തിൽ ഒരാശയം വെളിപ്പെടുത്തുവാൻ വചനം ഉപയോഗിച്ചിരിക്കുന്നു. സാധാരണ വചനം. ഇതിനകത്ത് ദ വേർഡ് ഒന്നും കാണുന്നില്ല. ദ വേർഡ്, ഇതാണ് നമ്മുടെ വ്യത്യാസം. അപ്പോൾ നമ്മളൊരു വാക്യം എടുത്ത് നമ്മൾ മറ്റുള്ളവരെ അതിന്റെ വിശദീകരണം കൊടുക്കുമ്പോൾ നമ്മൾ നോക്കണം, ഈ വാക്യത്തിൽ ദ വേർഡ് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? ദ വേർഡിനെ കുറിച്ച് പരാമർശിക്കാത്ത വാക്യങ്ങളാണെങ്കിൽ ആ വാക്യങ്ങൾ മാനുഷികമായിരിക്കാം, അല്ലെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാടായിരിക്കാം. അപ്പോൾ ദൈവത്തിന്റെ അരുളപ്പാടെന്ന് പറയുന്ന ഈ വചനത്തിന്റെ അരുളപ്പാടാണ്. നമുക്ക് ഏറ്റവും പ്രാധാന്യം വചനമാണ്. അപ്പോൾ വചനത്തിന്റെ അരുളപ്പാട് അല്ലെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട്, ദ മെസ്സേജ് ഈസ് കമ്മിങ് ഫ്രം ദ ലോർഡ്.
അപ്പൊ കർത്താവിന്റെ വചനം, കർത്താവ് ആരാണെന്ന് ആദ്യം മനസ്സിലാക്കണം. കർത്താവിന്റെ വചനം എന്ന് പറയുമ്പോൾ കർത്താവ് അരുളി ചെയ്തത് അത് വചനമാണ്. പക്ഷെ വചനത്തെ അരുളി ചെയ്യാൻ കഴിയും, വചനത്തിന് സംസാരിക്കാൻ കഴിയും. നമ്മൾ ഈ 12 വചനത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ ആകമാനം അതിന്റെ റെഫറൻസുകൾ മുഴുവനും എടുത്തു കഴിഞ്ഞാൽ ഓരോ വചനത്തിനും, അതായത് ദ വേർഡ്, സത്യം, നീതി, വിശുദ്ധി, ദയ, വിശ്വസ്തത, കരുണ, ദീർഘക്ഷമ, സൗമ്യത, അനുസരണം, ബഹുമാനം, ഐക്യത, വിശുദ്ധി, ഈ 12 വചനം എടുത്തിട്ട് എന്താ വേർഡാണിത്. അതിന്റെ ആ വാക്കുകൾ വരുന്ന വാക്യങ്ങൾ എടുക്കണം. ആ വാക്കുകൾ വരുന്ന വാക്യങ്ങൾ എടുക്കണം. എടുക്കുമ്പോൾ ഓരോന്നും പരിശോധിക്കുമ്പോൾ നമുക്ക് ആ ഓരോ ദ വേർഡിന്റെ ആ ശക്തിയും മഹത്വവും അതിന്റെ കഴിവും എന്താണ്, ദൈവത്തിന്റെ എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത്, അങ്ങനെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ഈ 12 വചനവും അതിന്റെ പ്രവൃത്തിയും അതിന്റെ ശക്തിയും അത് ഈ 31,172 വാക്യങ്ങളിൽ ചിതറിക്കിടക്കുകയാണ്. അല്ലെങ്കിൽ 8,07,363 വാക്കുകളിൽ ചിതറിക്കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ വിലയേറിയ കുറച്ച് മുത്തുകൾ, ഭയങ്കര വിലയുള്ള മുത്തുകൾ, ഒരു കൈ മുത്തെടുത്തിട്ട് കടൽക്കരയിൽ ചെന്നിട്ട് ആ മണപ്പുറത്ത് ആഞ്ഞ് നമ്മൾ അതിനെ വെതറിയാൽ, നെല്ലുവാരി വിതയ്ക്കുന്നത് പോലെ അങ്ങ് വെതറുക. വെതറി കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ മുത്തുകളെ തിരിച്ചെടുക്കാൻ നമുക്ക് നടക്കത്തില്ല. ഈ മണ്ണിനകത്ത് അങ്ങായി, ഈ കടൽക്കരയിലെ മണലിനകത്ത് അങ്ങാവും. പിന്നെ നമുക്കിതിനെ തിരിച്ചു കിട്ടത്തില്ല. ചെന്ന് നോക്കിയാൽ ഒന്നും കാണത്തുമില്ല, എല്ലാം മണലിനകത്തായി. എന്തു പറഞ്ഞതുപോലെ ദ വേർഡ് ഈ 8,07,363 വാക്കുകളിൽ അല്ലെങ്കിൽ വചനങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ചിതറിക്കിടക്കുകയാണ്. ഇതിനെ തപ്പിപ്പറക്കിയെടുക്കണം. അത് ചില ബുദ്ധിമുട്ടും പ്രയാസവും ഉള്ള കാര്യമാണ്. തപ്പിപ്പറക്കിയെടുത്ത് അത് ലിസ്റ്റാക്കി നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ രക്ഷപ്പെടും. അപ്പോൾ ഇതിനെ തപ്പിപ്പറക്കണമെങ്കിൽ, ഈ മണലിനകത്തുനിന്ന് ഈ മുത്തിനെ നമുക്ക് തിരിച്ചെടുക്കണമെങ്കിൽ ഒരു ഏറിയ വെച്ചുള്ള മണല് മുഴുവനും കൂടെ വാരി അത് വെള്ളത്തിൽ അരിച്ചെടുക്കണം. വെള്ളം കൊണ്ട് അരിച്ചതെടുക്കുമ്പോൾ വളരെ സമയം കൊണ്ട് നമുക്ക് അതിനകത്തുനിന്ന് ഈ മുത്തുകളെ തിരിച്ചെടുക്കാൻ പറ്റും. പക്ഷെ അതിന് ഭയങ്കര മെഹനത്ത് ചെയ്യണം, അധ്വാനിക്കണം. ഈ അധ്വാനം നമുക്കില്ലാതെ അങ്ങോട്ട് ഓടിച്ചെന്ന് ഇങ്ങോട്ട് പറക്കാമെന്ന് വെച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ ഇത് നടക്കത്തില്ല. ഇന്ന് ആത്മീയ ഓളത്തിൽ വന്നിരിക്കുന്ന ഒരു വിഷയം, അധ്വാനിക്കാൻ ആർക്കും മനസ്സില്ല. പിന്നെ ഒരു 2-3 വാക്യങ്ങളൊക്കെ വായിച്ചിട്ട് അതിനകത്തുനിന്ന് കുറെ കണ്ടതും കേട്ടതും മറ്റ് പ്രസംഗങ്ങളുടെയൊക്കെ കുറെ ഭാഗങ്ങളൊക്കെ ചേർത്ത് കുറെ അഡോപ്ഷനൊക്കെ ചെയ്ത് കുറെ പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ച് അങ്ങ് പറയുന്നതല്ല സുവിശേഷം എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് വചനം ഏതാണ്, ദ വേർഡ് ഏതാണ്, മെസ്സേജ് ഏതാണ്, ദൈവത്തിന്റെ വചനം ഏത്, ഇത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത്. നമ്മൾ തിരിച്ചറിഞ്ഞ് പഠിക്കാതെ നമ്മൾ രക്ഷപ്പെടത്തില്ല. അപ്പോൾ ഇവിടെ ഇത് വാക്യമാണ് ഈ 61 യെശയ്യാവ് 61:1 ഒരു ഉദാഹരണം വായിച്ചത്. ഇനിയും 1 പത്രോസ് 2-ാം അധ്യായം, അതും ഒരു ഉദാഹരണമാണ്. 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. ഇവിടെ നമ്മൾ കാണുന്നത്, ഇപ്പോൾ എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ഇവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ദ വേർഡ് എന്നാണ്. അപ്പോൾ വചനമെന്ന മായമില്ലാത്ത പാൽ, വചനമെന്ന മായമില്ലാത്ത പാൽ,
അപ്പോൾ അവിടെ ഇംഗ്ലീഷിൽ ദ വേർഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ മായമില്ലാത്ത പാലെന്ന് പത്രോസ് ഇവിടെ ഓർപ്പിക്കുന്നത് ദ വേർഡ്. പക്ഷെ മലയാളത്തിൽ വചനമെന്ന് മാത്രമേ ഉള്ളൂ. അവിടെയാണ് നമുക്ക് ഈ കൺഫ്യൂഷൻ. അതുകൊണ്ടാണ് പലരും പറയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, വചനത്തിലല്ല ദൈവശക്തിയിലത്രേ സ്വർഗരാജ്യം. സ്വർഗരാജ്യം വചനത്തിലല്ല ദൈവശക്തിയിലത്രേ. ഇത് തമ്മിൽ തിരിച്ചറിയാൻ മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അത് ആരുടെയും കുറ്റമല്ല. മലയാളം വേദപുസ്തകത്തിൽ വചനം വചനം വചനമെന്ന് മാത്രമേ സകലതും എഴുതിയിട്ടുള്ളൂ. ഇവിടെയും കണ്ടോ, വചനമെന്ന് എഴുതിയിട്ടുള്ളൂ. ദ വേർഡ് എന്ന് ഇംഗ്ലീഷ് ബൈബിളിൽ ദ വേർഡ് എന്ന് കാണും. അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ ആ വചനം, ഏത് വചനം? ദൈവമായ വചനം. അത് ട്രാൻസ്ലേഷനിൽ കുഴപ്പം വന്നായിരിക്കും, എന്താണെന്നറിയത്തില്ല. ഏതായാലും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രിയപ്പെട്ടവരെ, ദ വേർഡ്, അതിനാണ് പ്രാധാന്യം. ദ വേർഡ് എന്ന് പറയുന്നത് ആ വചനം, ദൈവമാകുന്ന വചനം. അപ്പോൾ ഈ വചനം നമ്മൾ ഗ്രഹിച്ചിരിക്കണം. ഇവിടെ നീതി സാധാരണ ഒരു വചനമല്ല. വചനങ്ങളിലെ പ്രത്യേക ഒരു വചനമാണ് നീതി. അപ്പോൾ ഈ 8,07,363 വചനത്തിൽ ദ വേർഡ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചും ചിന്തിച്ചും കൊണ്ടിരിക്കുന്ന ഈ 12 വചനമാണ്. ഈ വചനത്തെ നമ്മൾ ഇതാണ് സുവിശേഷം, സത്യസുവിശേഷം. ഈ വചനത്തെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഞങ്ങൾ പ്രസംഗിച്ച വചനം എന്നാണ് മലയാളത്തിൽ. എന്നാൽ ഇംഗ്ലീഷിൽ ഞങ്ങൾ പ്രസംഗിച്ച ദ വേർഡ്. അപ്പോൾ ഇംഗ്ലീഷിൽ പ്രസംഗിച്ച പൗലോസ് ഞങ്ങൾ പ്രസംഗിച്ച വചനമെന്നുള്ള മലയാളത്തിൽ കാണുമ്പോൾ ആ സെയിം വാക്യം ഇംഗ്ലീഷിലേക്ക് പോകുമ്പോൾ അവിടെ ദ വേർഡ് എന്ന് കാണും. അപ്പോൾ 1 കൊരിന്ത്യർ 4 അധ്യായം അതിന്റെ 20 വാക്യത്തിൽ ദ എന്ന ഒരു വാക്ക് പൗലോസ് ഉപയോഗിക്കാത്തത് കൊണ്ട് ആ വചനമെന്ന് പറയുന്നത് ലോകത്തിന്റെ വചനമാണ്. കർണരസങ്ങള്, അമ്മൂമ്മ കഥകള്, കിഴവിക്കഥകള്, പിന്നെ ഫലിതങ്ങള്, സാഹിത്യങ്ങള്, ഇങ്ങനെയുള്ളതായ മനുഷ്യരെ കൈയടിപ്പിക്കുകയും ചിരിപ്പിക്കുകയും മനുഷ്യരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഭംഗി വാക്കുകൾ എന്ന് പറയാം അതിന്. ആ വാക്കുകളാലല്ല സ്വർഗരാജ്യം. ഇവിടെ പെശക് പറ്റിയിരിക്കുന്നത് മലയാളം മാത്രം വായിച്ചിട്ട് നമ്മൾ പ്രബോധിപ്പിക്കാനും പ്രസംഗിക്കാനും പോകും. ആ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ അങ്ങ് പറയും. പക്ഷെങ്കിൽ പ്രിയ ദൈവജനമേ, 10ാം ക്ലാസ്സെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിളിലൂടെ അതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കാം. ആ വാക്യമെടുത്ത് ആ ഇംഗ്ലീഷ് വേഴ്സസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ആ സെന്റൻസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ആ വേർഡ് എന്തിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്നൊന്ന് ഗ്രഹിച്ച് മനസ്സിലായില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കണം. എന്തുകൊണ്ടാണ് മലയാളത്തിൽ വചനമെന്നും ഇംഗ്ലീഷിൽ ദ വേർഡ് എന്നും മറ്റു പല ഭാഗങ്ങളിൽ വേർഡെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ വേർഡും ദ വേർഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അതല്ലെങ്കിൽ കേൾക്കുന്നവരും കുഴയും, പറയുന്നവരും കുഴയും, കേൾക്കുന്നവർ തെറ്റിദ്ധരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, യെശയ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഞങ്ങളുടെ നീതിപ്രവൃത്തിയെല്ലാം കറവരണ്ട തുണി പോലെ. ഇസ്രായേലങ്ങൾ തെറ്റിക്കഴിഞ്ഞപ്പോൾ പ്രവാചകൻ ചെന്ന് അവരെ തിരുത്തി, ന്യായപ്രമാണം വായിച്ചു കേൾപ്പിച്ചു. അപ്പോഴവർക്ക് മനസ്സിലായി, ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി, അന്യജാതിക്കാരുമായി ഞങ്ങൾ വിവാഹം ചെയ്തു, അവരുടെ ക്ഷേത്രങ്ങളിൽ പോയി അവരുടെ വിഗ്രഹങ്ങളെ ആരാധിച്ചു, സത്യദൈവത്തെ വിട്ടു. ഇത് ചെയ്യുമ്പോൾ തന്നെ അന്യജാതിക്കാരുടെ പാരമ്പര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അവർ നീതിപ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. അവരെ പാപത്തിനൊത്തവണ്ണം കാളകളെ കൊണ്ട് അർപ്പിക്കുന്നുണ്ട്, പെസഹ ആചരിക്കുന്നുണ്ട്. അവർ ന്യായപ്രമാണത്തിലുള്ള സകല അക്ഷരത്തിന്റെ സകല പ്രവൃത്തികളും അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ യഥാർത്ഥമായി വചനം കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, ഞങ്ങൾ ചെയ്തതെല്ലാം തെറ്റായിപ്പോയി, ദൈവത്തിൽ നിന്ന് ഞങ്ങൾ അകന്നുപോയി. അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നു, ഞങ്ങൾ ചെയ്ത നീതിപ്രവൃത്തിയെല്ലാം കറവരണ്ട തുണി പോലെയെന്ന്. അതിന് ആ വാക്യം എടുത്തിട്ട് നമ്മുടെ ആൾക്കാർ, മലയാളികളായ നമ്മുടെ ആൾക്കാർ പറയും, നീതിപ്രവൃത്തിയൊന്നും ചെയ്യണ്ട, വിശ്വാസം മതി, നീതിപ്രവൃത്തിയെല്ലാം കറവരണ്ട തുണി പോലെ ഉള്ളെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, എവിടുന്നാ ഇത് മനസ്സിലാക്കിയിരിക്കുന്നത്? ഇതാണ് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്.
ഒരുപാട് തെറ്റുകൾ, യാഥാർത്ഥ്യമല്ലാത്ത, സത്യമല്ലാത്തത് ഒത്തിരി നമ്മൾ എവിടുന്നോ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നീതിപ്രവൃത്തി ചെയ്യുവാൻ വേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അബ്രഹാമിന്റെ നീതിയെ ദൈവം കണക്കാക്കണ്ടായല്ലോ. അബ്രഹാമിന്റെ നീതിപ്രവൃത്തിയെല്ലാം കറവരണ്ട തുണി പോലാണെങ്കിൽ അവനെ എങ്ങനെ ദൈവം നീതിമാനായി കാണും? നോഹ നീതിമാനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു. അപ്പോൾ നോഹ നീതിയുടെ പ്രവൃത്തികൾ ചെയ്തത് ദൈവം കണ്ടിട്ട് നോഹയെ പോലെ നീതിമാൻ ഒരുവൻ ഇല്ലെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് യോബിനെ കുറിച്ച്. അപ്പോൾ ദൈവത്തോടുകൂടിയുള്ള നീതിപ്രവൃത്തി വേണം ചെയ്യാൻ. ദൈവത്തിന്റെ പ്രമാണത്തിൽ നിന്നുള്ള നീതിപ്രവൃത്തിയാണ് ചെയ്യേണ്ടത്. അതിനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി ഈ വചനത്തിന്റെ പ്രമാണത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ നീതിപ്രവൃത്തി ചെയ്യുവാൻ. അപ്പോൾ നീതിയുടെ പ്രവൃത്തി ചെയ്ത് നീതിയായിട്ട് ജീവിച്ചിട്ട് വേണം നീതിയുടെ പ്രവൃത്തി ചെയ്യാൻ. സത്യത്തോടെ ജീവിച്ചിട്ട് വേണം സത്യത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ. വിശുദ്ധ ജീവിതം നയിച്ചിട്ട് വേണം വിശുദ്ധിയുടെ പ്രവൃത്തി ചെയ്യുവാൻ, മറ്റുള്ളവരോട് പറയുവാൻ. അപ്പോൾ ഇവിടെ ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളെല്ലാം വിശ്വസിച്ചിരിക്കുന്നത് ആത്മാവ് സ്വർഗത്തിൽ പോകും, നിത്യതയിൽ പോകും. പക്ഷെ തിരുവചനം പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അതിന് സ്വർഗത്തിൽ പോകുവാൻ നമ്മളൊരു പണിയും ചെയ്യേണ്ട. അത് പരിശുദ്ധാത്മാവ്, അതിനൊരു കളങ്കം പറ്റത്തില്ല, അത് തന്നെ അങ്ങ് പൊക്കോളും. എന്നാൽ ദൈവം നമ്മളിൽ സൃഷ്ടിച്ചിരിക്കുന്ന സോൾ അല്ലെങ്കിൽ പ്രാണൻ എന്നുള്ള ഒരു ഘടകമുണ്ട്. മനുഷ്യന്റെ 3 ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് പ്രാണൻ. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 23-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, സമാധാനത്തിന്റെ ദൈവമോ നിങ്ങളെ ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അവന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുവാൻ തക്കവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അപ്പോൾ പ്രാണൻ അവിടെ കാണുന്നത് മധ്യത്തിലാണ്. ആത്മാവിന്റെയും ശരീരത്തിന്റെയും മധ്യത്തിലായിട്ടാണ് പ്രാണനെ കാണുന്നത്. അവിടെ തന്നെ നമുക്ക് മനസ്സിലാകും ആത്മാവും പ്രാണനും ശരീരവും 3 ആകുന്നു എന്ന്. എന്നാൽ നമ്മുടെ ഇടയിൽ ഒരു പഠിപ്പീരുണ്ട്, ആത്മാവും പ്രാണനും ഒന്നാണെന്ന് ഒരു പഠിപ്പീരുണ്ട്. അത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആൾക്കാർക്ക്, വിശ്വാസികൾക്ക് പ്രാണനെ സൂക്ഷിക്കാൻ കഴിയാതെ പോകുന്നത്. പ്രാണനെ സൂക്ഷിക്കാൻ കഴിയുന്നില്ല. കാരണം പ്രാണന്റെ വിലയോ അതിന്റെ മഹത്വമോ ഉപയോഗമോ പ്രയോജനമോ ഒന്നും മനസ്സിലായിട്ടില്ല. ദൈവം മനുഷ്യന്റെ ഉള്ളിൽ സൃഷ്ടിച്ചിരിക്കുന്നതാണ് പ്രാണൻ. ആദ്യ മനുഷ്യനായ ആദാമിനെ ദൈവം സൃഷ്ടിച്ചു. അവിടെയും എന്താണ് നമ്മൾ കാണുന്നത്? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. അവൻ ജീവനുള്ള ദേഹിയായി. മലയാളത്തിൽ ദേഹി, പ്രാണൻ, മനം, മനസ്സ്, ഇതെല്ലാം ഈ സോൾ അല്ലെങ്കിൽ പ്രാണന്റെ പര്യായ പദങ്ങളാണ്. ഇംഗ്ലീഷിൽ ഇറ്റ് ബിക്കം എ ലിവിംഗ് സോൾ എന്താണ് എഴുതിയിരിക്കുന്നത്? ലിവിംഗ് സോൾ. അപ്പോൾ പ്രാണൻ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. പ്രാണന്റെ ഉടയവൻ ദൈവമാണ്. ഈ പ്രാണൻ ദൈവത്തിന്റെ വകയായതുകൊണ്ട് ദൈവത്തിന് ഈ പ്രാണനെ, മനുഷ്യന്റെ പ്രാണനെ മടക്കി ദൈവത്തിന് വേണം. നമ്മളിപ്പം ഒരാൾക്കൊരു 500 രൂപ കടം കൊടുത്തു. ആ കൊടുത്ത അതുപോലെ തന്നെയുള്ള നോട്ടാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. നമുക്ക് ഒരാഴ്ചയോ ഒരു മാസമോ കഴിയുമ്പോൾ തിരിച്ചു കൊണ്ട് തരുമ്പോൾ അത് തന്നെയാണ് അതേ നമ്മൾ വാങ്ങിക്കത്തുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ധനമാകുന്ന, ദൈവത്തിന്റെ സൃഷ്ടിയാകുന്ന ഈ പ്രാണനെ ദൈവം സൃഷ്ടിച്ചതുപോലെ തന്നെ ദൈവത്തിന് മടക്കി വേണം. സകല സൃഷ്ടികളും ദൈവം സൃഷ്ടിച്ചിട്ട് 6-ാം ദിവസം ദൈവം നിന്നു. അവിടെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 26-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, നാം നമ്മളെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ നിർമ്മിക്കുക.
അപ്പോൾ 5 ദിവസത്തെ സൃഷ്ടിയിൽ ദൈവം ആരോടും ഒരു കൺസൾട്ടും ചോദിച്ചില്ല. ഇവിടെ 6-ാം ദിവസം വന്നപ്പോൾ പറയുകയാണ്, നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും. അപ്പോൾ നാം എന്ന് പറയുമ്പോൾ 2-ൽ കൂടുതൽ ആൾക്കാരവിടെ, 1-ൽ കൂടുതൽ ആൾക്കാരുണ്ട്. അവിടെ ബഹുവചനമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നാം, നമ്മൾ, നാം നമ്മുടെ. അപ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, തൃത്വം സൃഷ്ടിപ്പ് സമയത്ത് നിൽക്കുകയാണ്. അപ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. അതുകൊണ്ടാണ് നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക, നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും. എന്തുകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവം ഇങ്ങനെ പറഞ്ഞത്? കാരണം സർവജ്ഞാനിയായ ദൈവത്തിന് മുൻപേ അറിയാം മനുഷ്യനെ സൃഷ്ടിച്ചാൽ അവൻ അനുസരണക്കേട് കാണിക്കും. ദൈവം മനുഷ്യന്റെ ഉള്ളിൽ സൃഷ്ടിക്കുന്ന പ്രാണനെ അവൻ വിണ്ടുകീറിയ നിലം പോലെയും അരിഞ്ഞ പുല്ലുപോലെയും ആക്കി അതിനെ ചിലന്തിവല പോലെ ആക്കും എന്ന് ദൈവത്തിനറിയാമായിരുന്നു. അപ്പോൾ അവിടെ പറയുന്നത്, നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക. അതിന്റെ അർത്ഥം പുത്രനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ പറയുന്നത്. അതിന്റെ അർത്ഥം മനുഷ്യനെ സൃഷ്ടിച്ചാൽ അവൻ തെറ്റിപ്പോകും, പാപം ചെയ്യും. അവന്റെ പ്രാണനെ അവൻ വെടിച്ച നിലം പോലെയും അരിഞ്ഞ പുല്ലുപോലെയും ചിലന്തിവല പോലെയും ആക്കും. അതുകൊണ്ട് അവിടെ സൈലന്റായിട്ട് ഒരു മർമറി നടക്കുന്നുണ്ട്. മകനെ, നിന്റെ ഉത്തരവാദിത്തമാണ് ഞാൻ സൃഷ്ടിക്കുന്ന പ്രാണനെ, നിന്നിൽ വിശ്വസിക്കുന്നവരുടെ പ്രാണനെ, അതിനെ അവരുടെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് ശുദ്ധീകരിച്ച് തേജസ്സൽകരിച്ച് എന്റെ അടുക്കൽ മടക്കി കൊണ്ടുവരുന്ന ചുമതല നിനക്കാണ് എന്നുള്ളതാണ് അതിന്റെ സൈലന്റ് ആയിട്ടുള്ള ഒരു മർമറി. പുത്രനത് മനസ്സിലായി. പുത്രൻ മൗനമായി നിന്നു. മൗനം സമ്മതമാണല്ലോ. അതുകൊണ്ടാണ് കാൽവറിയിൽ കർത്താവായ യേശുക്രിസ്തു അവസാനത്തുള്ളിയും രക്തവും ഒഴിച്ചു കഴിഞ്ഞ് തന്റെ പ്രാണൻ തന്റെ ശരീരം വിട്ടു പോകുന്നതിന് മുമ്പ് യേശു പറഞ്ഞത്, സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞാൽ, മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ യഹോവയായ ദൈവം, പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം കൂടെ നിവൃത്തിയായി. അങ്ങനെയാണ് മനുഷ്യന്റെ പാപപരിഹാരം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പ്രാണന് വില കൊടുക്കാതാണ് ഇന്ന് നമ്മുടെ സമൂഹം മുൻപോട്ട് പോകുന്നത്. മനുഷ്യന്റെ പ്രാണനെ കുറിച്ച് വേദപുസ്തകം വളരെ വിശദമായി, വളരെ ആഴത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാതെ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനുഷ്യനിന്ന് പ്രാണനെ സൂക്ഷിക്കാൻ കഴിയുന്നില്ല, പ്രാണനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. പിന്നെ എങ്ങനെ നിത്യതയിൽ പോകും? പത്രോസിന്റെ 1 പത്രോസ് 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അങ്ങനെ കഷ്ടം സഹിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ പ്രാണനെ സൃഷ്ടാവിന്റെ കയ്യിൽ പരമേൽപ്പിക്കുമാറാകട്ടെ. സബ്മിറ്റ് യുവർ സോൾ ഇൻ ദ ഹാൻഡ് ഓഫ് ഗോഡ്. അപ്പൊ നമുക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. മനുഷ്യർ വിശ്വാസികളായിരിക്കുന്ന നമുക്ക്, ക്രിസ്തുവിലായിരിക്കുന്ന നമുക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. എന്താണ് ഉത്തരവാദിത്വം? ലോകം മുഴുവൻ നിന്ന് പ്രസംഗിച്ചതല്ല. 10,000 ചർച്ചുകൾ ഫോം ചെയ്തതിലല്ല, കോടിക്കണക്കിന് കാശ് ഫണ്ട് റൈസ് ചെയ്തതല്ല. നമ്മുടെ പ്രാണനെ കർത്താവിന്റെ കയ്യിൽ, ദൈവത്തിന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ടോ? നമ്മുടെ പ്രവൃത്തിയിൽ കൂടി നമ്മുടെ പ്രാണൻ വീണ്ടെടുപ്പിന്റെ പൂർണ്ണത പ്രാപിച്ച് അവന്റെ സ്വരൂപത്തോട് അനുരൂപമായി അവന്റെ തേജസ് പ്രാപിച്ച് നിത്യതയിൽ കൊണ്ട് എത്തത്തക്കവണ്ണം നമ്മൾ ഇവിടെ ദൈവത്തിന്റെ വേർഡിന്റെ പ്രവൃത്തി എന്താണ് നമ്മൾ ചെയ്യുന്നത്? വേർഡിന് മാത്രമേ അത് കഴിയത്തുള്ളൂ. അതാണ് വേർഡിന്റെ പ്രയോജനം. വചനമാകുന്ന ദൈവത്തിന്, അതായത് ദൈവമാകുന്ന വചനത്തിന് മാത്രമേ നമ്മുടെ പ്രാണനെ വീണ്ടെടുപ്പിന്റെയും രക്ഷയുടെയും പൂർത്തീകരണം പ്രാപിച്ച്
നിത്യതയിൽ എത്തിക്കുവാൻ കഴിയുള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ അതിന് നമുക്ക് തന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ പോകുവാൻ അതിന് ശക്തിയുണ്ട്. എന്നാൽ നമ്മുടെ പ്രാണന് സ്വയമായി സ്വർഗത്തിൽ പോകുവാൻ ശക്തിയില്ല. ദൈവത്തിന്റെ സൃഷ്ടിയാണ്. പക്ഷേ നമ്മുടെ പ്രാണനെ കൊണ്ട് പരിശുദ്ധാത്മാവാണ് പറന്നു പോകുന്നത്. നമ്മൾ ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ എയറോപ്ലെയിനിലാണ് പോകുന്നത്. ഫ്ലൈറ്റിൽ കയറിയിരിക്കും. അത് ആ രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്ത് പറപ്പിച്ച് നമ്മളെ കൊണ്ടുവന്നെത്തിക്കും. ഇതുപോലെ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് നിത്യതയിലേക്ക് പോകുന്നൊരു ഫ്ലൈറ്റാണ്. ആ ഫ്ലൈറ്റിൽ നമ്മുടെ പ്രാണനുണ്ടോ? എങ്ങനെ നമുക്ക് നമ്മുടെ പ്രാണനെ ആ ഫ്ലൈറ്റിൽ കയറ്റാൻ കഴിയും? ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് പോകണമെങ്കിൽ ഏത് രാജ്യത്ത് പോകണോ ആ രാജ്യത്തിന്റെ വിസ വേണം. വിസ ഇല്ലെങ്കിൽ എയർപോർട്ടിൽ ചെന്നിട്ട് മടങ്ങിപ്പോരാ. അപ്പോൾ ഈ വിസ, ഈ സ്വർഗരാജ്യ നിത്യതയിലെത്തുന്ന വിസ, അതാരാണ് ആ വിസ അടിക്കുന്നത്? ആ വിസയാണ് ക്രിസ്തു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ മുദ്രയിട്ടു. ആ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടുക അല്ലെങ്കിൽ അഭിഷേകം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഈ മുദ്രയ്ക്കകത്ത് ദ വേർഡ് ഉണ്ട്, അവന്റെ സീഡ്, അവന്റെ വിത്തുകൾ, ഈ വചനമുണ്ട്. അപ്പോൾ ഈ വചനം എന്ന മുദ്ര ഇട്ടിരിക്കുന്ന നമ്മൾക്ക് നിത്യതയിൽ പോകാനുള്ള വിസ കിട്ടിയെന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ മറ്റു രാജ്യത്ത് പോകാനുള്ള വിസ നമുക്ക് കിട്ടി, പാസ്പോർട്ടും നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ മനഃപൂർവ്വം ഈ പാസ്പോർട്ടും വിസയും കൂടെ കത്തിച്ചു കളഞ്ഞാൽ, തീക്കകത്തിട്ട് കളഞ്ഞാൽ, കീറിക്കളഞ്ഞാൽ, എന്നിട്ട് എയർപോർട്ടിൽ ചെന്ന് പറയാ, എനിക്ക് വിസ ഒക്കെ കിട്ടി, എനിക്ക് വിസ ഉണ്ട്, പക്ഷെ പാസ്പോർട്ടും ഇല്ല, എന്റെ കയ്യിൽ ആ റെക്കോർഡില്ല, പക്ഷെ എനിക്ക് വിസ തന്നതാ, ആ രാജ്യക്കാർ എനിക്ക് വിസ തന്നതാ, അതുകൊണ്ട് എന്നെ കയറ്റി വിടണം. നടക്കുമോ? ഒരിക്കലും അവർ കയറ്റി വിടുകയില്ല. ഇതാണ് ദ വേർഡിന്റെ പ്രയോജനം. ആ ദ വേർഡിനാൽ, അതായത് ഈ 12 വേർഡാണ് സുവിശേഷം: സത്യം, നീതി, വിശുദ്ധി, ദയ, വിശ്വസ്തത, കരുണ, ക്ഷമ, ദീർഘക്ഷമ, സൗമ്യത, അനുസരണം, ബഹുമാനം. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സീൽ അല്ലെങ്കിൽ വിസ. എവിടെ പോകാൻ? നിത്യതയിൽ പോകുവാൻ. അതെവിടെ? നമ്മുടെ പ്രാണനിലാണ് അത് അടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രാണനെ സൂക്ഷിക്കണം എന്ന് പറയുന്നത്. ദാവീദ് പറയുന്നു, ഞാൻ എന്റെ പ്രാണനെ മുലകുടി മാറിയ കുഞ്ഞിനെ പോലെ സ്നേഹിക്കുന്നു. നമ്മുടെ പ്രാണനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ പ്രാണനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയത്തില്ല, നമ്മുടെ ഭാര്യയെ സ്നേഹിക്കാൻ കഴിയത്തില്ല, കുഞ്ഞുങ്ങളെ, നമുക്ക് ആരെയും സ്നേഹിക്കാനേ കഴിയത്തില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, സകലതും വലുത് സ്നേഹം തന്നെ. അപ്പോൾ നമ്മുടെ പ്രാണനെ ആദ്യം സ്നേഹിക്കാൻ പഠിക്കണം. പ്രാണനാണ് നിത്യതയിൽ പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു തിരുത്തൽ നമ്മുടെ സമൂഹത്തിൽ ആവശ്യമാണ്. ഞാനിത് പറഞ്ഞെന്ന് വിചാരിച്ച് നിങ്ങൾ അതുപോലെ അങ്ങ് വിശ്വസിക്കൊന്നും വേണ്ട. വേദപുസ്തകം, പുതിയ നിയമവും പഴയ നിയമവും ഒന്ന് ശരിയായിട്ടൊന്ന് പരിശോധിച്ച് പഠിക്കണം. പ്രാണനെക്കുറിച്ചൊന്ന് പഠിക്കണം. അപ്പോഴേ കാര്യം അറിയത്തുള്ളൂ. ഇപ്പം കേട്ടാ പറയാം, നിങ്ങളിപ്പോ നമ്മൾ കേട്ടിരിക്കുന്നത് ആത്മാവ് അങ്ങ് നിത്യതയിൽ പോകും, ആത്മാവിനെ അങ്ങ് രക്ഷിക്കണമെന്നൊക്കെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. ആത്മാവിനെ, അതായത് പ്രാണൻ ശരിയായെങ്കിലേ മനുഷ്യാത്മാവ് ശരിയാവുള്ളൂ. പരിശുദ്ധാത്മാവിനെ അയക്കാൻ ആരുടെയും സപ്പോർട്ടൊന്നും വേണ്ട. പരിശുദ്ധാത്മാവ് ഓട്ടോമാറ്റിക്കായി പോയിക്കൊള്ളും. അത് നമ്മളൊന്നും ചെയ്യണ്ട. നമ്മളെ സഹായിക്കാനാണ് പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത്, അല്ലാതെ നമ്മൾ പരിശുദ്ധാത്മാവിനെ ശുദ്ധീകരിക്കാനല്ല, പരിശുദ്ധാത്മാവിനെ നന്നാക്കാനല്ല നമ്മളിരിക്കുന്നത്. നമ്മളെ നന്നാക്കാനാണ് പരിശുദ്ധാത്മാവ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ നന്നായാലും നന്നായില്ലേലും പരിശുദ്ധാത്മാവ് തിരിച്ചങ്ങ് സ്വർഗത്തിൽ പൊക്കോളും. നമ്മുടെ കാലം കഴിയുമ്പോൾ നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമ്മുടെ ജീവൻ പോയി, പ്രാണൻ ശരീരത്തിൽ നിന്ന് പോയി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് അങ്ങ് പോകും. അതിനെ പരിശുദ്ധാത്മാവ് വിടാൻ നമ്മൾ പ്രത്യേകം ഒന്നും മെനത്തിയില്ല. പക്ഷെ പ്രാണനെ അങ്ങ് എത്തിക്കണമെങ്കിൽ നമ്മൾ നല്ലപോലെ കഠിനാധ്വാനം ചെയ്യണം. പരിശുദ്ധാത്മാവിനെ കീഴ്പ്പെടണം. ഈ വചനത്തിനത്തോളം ജീവിക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ വിശ്വാസഗോളത്തിൽ ഒത്തിരി തെറ്റുകൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്.
ഈ തെറ്റുകളെ തിരുത്തി വേണം നമ്മൾ ഇനി മുൻപോട്ട് പോകാൻ. അല്ല എങ്കിൽ അടുത്ത ഒരു തലമുറയെങ്കിലും രക്ഷപ്പെടട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് ചിന്തിച്ച വിഷയം ദ വേർഡ്, വചനം. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ഥി ലേഖനം 4-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിൽ വചനത്താലല്ല ശക്തിയാൽ അത്രേ സ്വർഗരാജ്യം, സ്വർഗരാജ്യം വചനത്താലല്ല ശക്തിയാൽ അത്രേ എന്ന് പറഞ്ഞതിന്റെ കാരണം ലോകത്തിലുള്ള വചനം, കർണരസം, അമ്മൂമ്മക്കഴ, മനുഷ്യ വാക്കുകള്, ഈ ലോകത്തിന്റെ പ്രഭുവിന്റെ വാക്കുകള്, ഭോഷ്കിന്റെ വാക്കുകള്, ഇതിനാലൊന്നും അല്ല സ്വർഗരാജ്യം. ശക്തി എന്ന് പറയുമ്പോൾ അതിനകത്ത് ദൈവത്തിന്റെ വചനവും ഉൾപ്പെട്ടിരിക്കും. കാരണം വചനം ദൈവത്തോടു കൂടെയായിരുന്നു, ദൈവത്തിന്റെ ശക്തിയോടുകൂടെയായിരുന്നു. വചനം ദൈവത്തിന്റെ ശക്തിയാകുന്നു. ദ വേർഡ്, എല്ലാ വേർഡും അല്ല, ദ വേർഡ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ വേദപുസ്തകത്തിന്റെ യഥാർത്ഥ സത്യങ്ങൾ മനസ്സിലാക്കി. വാക്യം എന്താണ്, വചനം എന്താണ്, വചനങ്ങൾ എന്താണ്, ദ വേർഡ് ഏതാണ്, ഇത് തരം തിരിച്ച് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ആത്മീയ ജീവിതം നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാം. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത ആഴ്ച ഈ സമയത്ത് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. നമ്മളിത് പരമ്പരാഗതമായി വചനം എന്ന വിഷയത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പരമ്പരാഗത മുൻപോട്ട് പോകുവാൻ പ്രാർത്ഥിക്കുക. തെറ്റുകളെ തിരുത്തി നല്ല രീതിയിൽ ശരിയായിട്ടുള്ള ആത്മീയരായി കാര്യം മനസ്സിലാക്കി മുൻപോട്ട് പോവുക. വ്യക്തിപരമായി നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. ലോകത്തിൽ പലരുടെയും ആശയങ്ങളും അവർ പഠിച്ചതും അവരിൽ വരുന്നതും അവരുടെ ബുദ്ധിയിൽ വരുന്നതും ആശയങ്ങളൊക്കെ വിളംബരം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ പലരുടെ ആശയങ്ങൾ നമ്മൾ കേട്ടാൽ നമ്മൾ എങ്ങും ചെന്ന് എത്തുകയില്ല. നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ തന്നെ വേദപുസ്തകം സെൽഫായി പഠിക്കാൻ, വ്യക്തിപരമായി പഠിക്കുവാൻ, പരിശുദ്ധാത്മാവോടുകൂടി പഠിക്കുവാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ഹോളി സ്പിരിറ്റ് ഈസ് എ ബെസ്റ്റ് ടീച്ചർ. പരിശുദ്ധാത്മാവ് കൃത്യമായ കാര്യം നമ്മളെ പഠിപ്പിക്കും. അതിൽ വിശ്വസിക്കുക, അതിൽ ഉറച്ചു നിൽക്കുക. അതിൽ കൂടി നമ്മുടെ മനസ്സ് ധൈര്യപ്പെട്ടിട്ട് നമ്മുടെ പ്രാണൻ വിശുദ്ധീകരിക്കപ്പെട്ട് നിത്യനിരുത്തുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നീതിമാനത്തിനുമായ ദൈവമേ, സ്വർഗീയപിതാവേ, വീണ്ടും ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, പതിപോലെ ഞങ്ങൾ വചനം എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ഇന്നും ഞങ്ങൾക്ക് അവസരം തന്നതിനെ ഓർത്ത് സ്തോത്രം. ഇത് കേൾക്കുന്ന ഓരോ കർത്താവെ വ്യക്തികളും അനുഗ്രഹിക്കപ്പെടുവാൻ, അവരുടെ പ്രാണനിൽ രൂപാന്തരം വരുവാൻ, അവർ കേൾക്കുന്ന വചനം ആമേൻ ദ വേർഡ് അവരുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനം ചെയ്യുവാൻ കർത്താവെ ഇടയാക്കണം. അവർ ഈ നാളുകളിൽ കർത്താവെ വചനമേത്, ആമീൻ വാക്യമേത്, ആമീൻ വചനങ്ങളേത്, ദ വേർഡ് ഏത്, ഇടങ്കയും വലങ്കയും തിരിച്ചറിയാൻ കഴിയാത്തവരെ പോലെ തിരിച്ചറിവില്ലാത്തവരായി കുഴഞ്ഞു കിടക്കുന്ന വലിയൊരു ജനസമൂഹമുണ്ട് കർത്താവെ. അവരോട് നിനക്ക് മനസ്സലിവ് തോന്നണമേ, തിരുത്തണമേ കർത്താവെ. യഥാർത്ഥ കർത്താവെ അങ്ങ് പറഞ്ഞു, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. കർത്താവെ, ദ വേർഡ് അത് സത്യം ആകുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് ഞങ്ങളെ സ്വതന്ത്രമാക്കുന്നതിനായി സ്തോത്രം. അവിടുത്തെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. അതിൽ കൂടി ഞങ്ങളുടെ തലമുറകളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനഘട്ടത്തിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും നമുക്ക് കാണാം. ദൈവത്തിന് സ്തോത്രം. ആമേൻ.